ഹലോ ഗായ്സ്, അപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ്. ഞാൻ ആക്ച്വലി 2 വ്ളോഗൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചു. ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട്, വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ച്വലി ചെന്നൈയിലുള്ള ഫീനിക്സ് മാളല്ലേ, ഫീനിക്സ് മാളിലാണ്. ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ സിനിമയ്ക്ക് പോവാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയപ്പോൾ ഫിലിം തിയേറ്ററിൻ്റെ ഒരു എന്തായാലും പറയാ എൻട്രൻസ് കണ്ടിട്ട് ഹോട്ടൽ മറ്റേ ലക്ഷറീസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ആംബിയൻസ്. പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. കമണ്ട് നോക്ക്. അത് ആക്ച്വലി എന്താ സംഭവം മനസ്സിലായോ, നമ്മൾ മറ്റേ പുതിയ പരിപാടി വന്നിട്ടില്ലേ, ഫോട്ടോ എടുക്കുന്നത് കുറെ ഫോട്ടോസ് ചെറുത് പാസ്പോർട്ട് അതാട്ടോ ടിക്കറ്റ് കൗണ്ടർ കാണിച്ചു കൊടുക്കുക. ഇതെന്താ സംഭവം? ഇത് നോക്കിക്കാം, നമ്മൾ തിയേറ്ററിൽ തന്നെയാണോ വന്നിരിക്കണത്? സംസാരിക്കണ്ടേ? ഞാൻ സംസാരിക്കണ്ടേ? മൈക്കോട്ടുണ്ട്. യു ഡോണ്ട് വറി ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ, വിശാലമായ സോഫ. ആഹാ, മിററി കാണിക്കൂല അല്ലേ? ഓ, നിനക്ക് ബുദ്ധിയുണ്ട്. ആരാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന്? ഓക്കെ, അപ്പോൾ ആക്ച്വലി ടിക്കറ്റ് ഇരിക്കുന്നത് എൻ്റെ ഫോണിലാണ് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. 12:15 സിനിമ. അപ്പോൾ അകത്ത് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം ഭയങ്കര വലിയൊരു തിയേറ്റർ കേട്ടോ. ഇതാണ് സ്ക്രീൻ 2-ലാണ് ഗൈസ്. ബാക്കി വന്നിട്ട് കാണാം. ബോയ് ഗൈസ്. അപ്പോൾ സിനിമയൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞിട്ടേ ഭയങ്കര റഷായിപ്പോയി. പാർക്കിങ്ങിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ 40 രൂപ പാർക്കിങ്ങിന് കൊടുക്കാതെ രക്ഷപ്പെട്ടത്. 4 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്ക് 120 രൂപയായി പാർക്കിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റഷ് ചെയ്യാൻ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ബൈ കിഡിലെ മൂവിട്ടാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് മൂവി. പിന്നെ എന്താ പറയാമെന്നറിയാം, നല്ല മെസ്സേജ്, നല്ല കിഡിലൻ മെസ്സേജാണ് ആ മൂവിയിൽ കൊടുത്തത്. ഓ, ഒരു ഡിഗ്രി പഠിക്കുന്ന പിള്ളേർക്കും പഠിക്കാത്ത പിള്ളേർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഉണ്ടായി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പ്രചോദനമായിട്ടുള്ളൊരു മൂവിയാണ്. ബൈ ഞാനിപ്പോൾ നമ്മുടെ അച്ചായത്തിയിലാണ്, കേരളക്കാരുടെ സ്വന്തം കട. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഫുഡ് അടിക്കണം. കാണാം ഗൈസ്. അപ്പോൾ അച്ചായത്തിയുടെ മെനു ഒടുക്കത്തെ റേറ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും നല്ല റേറ്റാണ് ഇവിടെ. കടലക്കറീൻ്റെ ഒക്കെ റേറ്റൊക്കെ, കഞ്ഞിയുടെ റേറ്റ് നോക്കുക ഗൈസ്. അപ്പോൾ ഇതിലേ ഉള്ളൂ. ഇനി നന്നായിട്ട് ഫുഡ് അടിക്കണം, നല്ലപോലെ ഫുഡ് അടിക്കണം, പോകണം, റെസ്റ്റ് എടുക്കണം. ഹലോ. അപ്പോളേ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം പിന്നെ കുറച്ച് തിരക്കായി പോയി. ആകെ തിരക്കും ബഹളമൊക്കെ ആയിട്ട് അവളെ പാട്ടിന് പോയി, ഞാൻ എൻ്റെ പാട്ടിന് പോയി. ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് എന്നുള്ളത്, അനുജ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബസന്റ് നഗർ ബീച്ചിലാണുള്ളത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. കമൺ ഗായ്സ്. അപ്പോൾ ഇതാണ് ബസന്റ് നഗർ ബീച്ച്. കൊള്ളാല്ലേ? ഓ, അത് ഞാൻ വെയിലൊക്കെ ഉണ്ടല്ലോ, വെയിൽ ഓൾറെഡി ഉണ്ടല്ലോ എന്നൊക്കെ. സെൻറ്റർ അത് അങ്ങറ്റം വരെ ഈ സംഭവം ഉണ്ട് കേട്ടോ. അതെനിക്കിഷ്ടമായി. റാമ്പാക്ക് ചെയ്യണോ? ഞാൻ ചെയ്യാം. നീ വീഡിയോ എടുക്കാം. ഞാൻ റാമ്പാക്കിയാമോ? മ്യൂസിക് അറിയില്ല, നീ പറഞ്ഞില്ലേ? ഇതിപ്പോൾ സമയം 5:20 ആയിട്ടുള്ളൂ. 5:20 ഒടുക്കത്തെ വെയിലാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. അല്ലെങ്കിൽ ഇവിടേക്ക് ഇപ്പോൾ എനിക്ക് തോന്നണം കുറേ നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട്. പിന്നെ കുറച്ച് പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ സെറ്റാക്കി ഉണ്ട്. നമ്മളന്ന് ക്ലാസ് ട്രിപ്പ് പോയപ്പോൾ ഏത് ബീച്ചിലാണ്? മറീന ബീച്ചല്ലേ? അത് മറീന ബീച്ചായിരുന്നു ഗൈസ്. മറീന ബീച്ചിൽ നമ്മൾ പോകും. സമയമുണ്ടല്ലോ, ഇനിയും ഒരുപാട് സമയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബസന്ത് ബീച്ച്. എന്താ ബസന്റ് നഗറിലുള്ള ബീച്ച്. കാറ്റ് കണ്ടിട്ടാ ഞാൻ അവിടെ വരെ എത്തട്ടെ, അല്ലെങ്കിൽ അവളെന്നെ ഗൈസ്. ഇവിടെ ആക്ച്വലി കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതാ കാണുന്ന ബലൂൺ ചേട്ടനെ കണ്ടു, അത് ഞാൻ പൊട്ടിക്കും ചേട്ടാ. ഐ വിൽ ബി കമ്മിങ്. അപ്പോൾ നല്ല കളർ ബീച്ചിന്, വെള്ളത്തിനൊക്കെ നല്ല കളർ. ഇവിടെ ഓരോ ചേച്ചിമാർ തമ്മിലെന്തെന്ന് അക്കന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
കുതിരയുണ്ട്, കുതിരയുമുണ്ട്, കുതിരകളുണ്ട്, കുതിരകൾ. റൈഡിന് പോകണോ? നമുക്ക് ബുള്ളറ്റ് റൈഡിന് പോകല്ലേ? ബുള്ളറ്റ് റൈഡിന് പോകാന്നൊക്കെ. ബബിൾസും ഉണ്ട്. അപ്പം ഞങ്ങളിനി കുറച്ച് നേരം ഒന്ന് എൻജോയ് മാടട്ടു. എൻജോയ് പണിട്ട് നമ്മ തിരുമ്പി വരലാം അല്ലേ? നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഫുഡ് അടിച്ചു. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. നമുക്ക് ഇത് എന്താ പറയുക, എന്തായിരുന്നു, ചോളം. ഓക്കെ, പിന്നെ വരാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ തകർത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ വേവ്സ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. നല്ല ലൈറ്റ്, നല്ല കളറാണ് ഈ വെള്ളത്തിന്. ആക്ച്വലി നല്ല കളറുണ്ട്. ഉടുക്കത്ത് ലൈറ്റ് മാൻ. അയ്യോ, ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടോ. എനിക്ക് ഇവരോരോ പാർട്ടീഷൻ പോലെ എടുത്ത് വെച്ചേക്കണം. നോക്ക്, ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കുറേ ചേച്ചിമാർ. തണ്ണിമത്തനുണ്ട്, ബബിൾസ് തേടി വരുത്. ബബിൾസ് എനിക്കിഷ്ടം. നിങ്ങൾക്കിഷ്ടമാണോ? എന്നിട്ടാ ഇത്ര വലിയ പോവാം. ഓ, സൂര്യൻ നേരെ കണ്ണിലേക്ക് അടിക്കണോ ഗൈസ്? ഫുള്ള് തിരക്കാട്ടോ, ഒന്നും പറയാനില്ല. എടാ, എൻ്റെ തിരക്കാണോ? അല്ലല്ലേ, ഇങ്ങനെ പേടിക്കല്ലടാ. എന്നോട് തന്നെ പറയുന്നതാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ ഫൈനലി അനുജസ് ഫേസ് കാണിച്ചിരിക്കുകയാണ്, റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത്ര നേരം അവൾക്ക് വയ്യായിരുന്നു. അപ്പോൾ ബേസിക്കായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിങ്ങനെ എടാ ദാസ എന്താടാ വിജയ, ഈ ഡയലോഗ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ടൊരു സംഭവം ഉണ്ട്, കാണിച്ചിടാം. ഇവിടെ ഇരുന്നാണ് ദാസനും വിജയനും എന്തായിരുന്നു പരിപാടി? തെണ്ടിതിന് നടന്നിട്ട് ദുബായ് ആണെന്ന് പറഞ്ഞപ്പെട്ട സ്ഥലം. ദാസൻ്റെയും വിജയൻ്റെയും എന്നറിയപ്പെടുന്ന, കേരളത്തിൽ അങ്ങനെയാണ് ഈ ബീച്ചിൽ ഈ ഒരു സ്ഥലം എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലെ ദാസ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്ഥലം. ഇവിടെ എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. ഇതിലെന്താ കാര്യമായിട്ട് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് മനസ്സിലാവുണ്ടോ? എനിക്ക് മനസ്സിലാവണില്ല. എന്താ, നമുക്ക് ആർക്കും മനസ്സിലാവില്ലല്ലോ. കാരണം എന്താ, തമിഴ് അപ്പുറത്ത് ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ആ സ്ഥലം. ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ടല്ലേ അവർ. ഇറ്റ്സ് ലോക്കാണ്, ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഒരു ഫോട്ടോ കൂടെ സൈഡിൽ ഫോട്ടോയുടെ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്കാക്കിക്കോ. ആകെ മെസ്സി ആയി കിടക്കണ്ട, മെസ്സി. ഓക്കെ, വാ. കേജ് President Mahatma Gandhi was president on December 13, 1930. He saved the life of an English girl who was struggling in the sea and okay, അതിൻ്റെ സ്മാരകമാണത്. അത് വേറെ കളറായിരുന്നാ? സിനിമയിൽ വെള്ള തന്നെയാ? ഈ കളർ തന്നെയല്ലേ? പോവാം. അവിടെ ഉണ്ടോ? ആണോ? പൊട്ടിക്കാൻ പോവാണോ? ഓക്കെ, ശരി ഗൈസ്. അവിടെ ബലൂൺ കണ്ടു. ബലൂൺ കണ്ടപ്പോൾ വന്നപ്പോൾ തൊട്ട് ബലൂണിലും കണ്ണു വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തരുമോ? ഒന്നും തരാൻ പാടില്ല. അവരൊന്നും തരില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ. നോക്കാം. ആണയോ ഗൈസ്? അങ്ങനെ ഞാൻ റിങ് എറിഞ്ഞ് വീഴ്ത്താൻ പോവാണ്. ആര് വീഴും എന്ത് വീഴുന്നൊന്നും അറിയില്ല. അപ്പോൾ കളിക്കാൻ പോവാണ്. അറി ഗൈസ് റെഡി? നോക്ക് ബാക്കിലാള്. ഓക്കെ, എനിക്ക് എന്നാ വേണോ എന്ന് തിരിയില്ലേ. ആ ബുദ്ധൻ എനിക്ക് ഇഷ്ടമായി, പക്ഷെ അവിടം വരെ ഒന്നും എത്തില്ലായിരിക്കും. പറന്നു പോയിട്ടെ മോനെ വീണ്. യെസ്, വീണില്ലടാ. ഒരു ജാർ ഇട്ടിക്കാണ്, നിനക്ക് ഉപ്പിട്ട് വയ്ക്കാതെ. പിന്നെന്തോ റാബിറ്റ് വേണോ? നീ പറ, എന്ത് വേണോ? റാബിറ്റ് വേണോ? പറ. അയ്യോ, ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി എന്നൊക്കെ. അറിയാമല്ലേ?
നീയും സെപ്പറേറ്റ് അറിയാം. നീ ആന വീണതാണോ? വന്നില്ലടാ. ആന കിടക്കലേ. എടാ ഇതെന്തറിയോ, സാധനം സൈസ് കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടൂല. പിന്നെ രണ്ടും കൽപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അറിയണം. എൻ്റെ മൈ ഫോക്കസ് ഈസ് ഓൺ ദാറ്റ് ബുദ്ധ. ഇത് വേണ്ട. അയ്യോ, അല്ലെങ്കിൽ ആ റാബിറ്റ് കിട്ടിയാണ്. നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം, നീ കളിച്ചാൽ മതി. ഇല്ല വേണം, എനിക്ക് വേണം. ഒരെണ്ണം കൂടി പോകും നമ്മൾ. ഡ്യൂട്ട് ലാസ്റ്റ് വൺ. കണ്ണുമുട്ടി മറ്റേ കറങ്ങിയിട്ടൊക്കെ ബാസ്കറ്റ് ബോളൊക്കെ അറിയണ പോലെ കിടക്കല്ലേ. അപ്പോൾ എൻ്റെ റൗണ്ട് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് അനുജയാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അനുജ കളിക്കും. അപ്പോൾ നമ്മുടെ അനുജയാണ് അടുത്തത് ട്രൈ ചെയ്യണം. അനുജ എനിക്ക് ബുദ്ധനെ തരുമോ? നോക്ക് നീ. ആ കമോൺ അനുജ, യു ക്യാൻ ഡു ഇറ്റ്. പ്രോത്സാഹിപ്പിച്ച് പലതവണ കുഴിയിൽ ചാടിച്ചവനാണ് നീ. അയ്യോ, ഇതൊക്കെ ഒരു രസമല്ലടാ. വിനില്ലല്ലേ? നെക്സ്റ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ആ നീ ആദ്യം ചെറുതെന്നില്ല ഫോക്കസ് ചെയ്തോ. ഫോക്കസ് പോരുത്. വീണോ? കിളിയിൽ വീണില്ലല്ലേ? അടുത്ത പോട്ടെ. അത് വീണില്ല. ദൂരെ പറഞ്ഞാലോ? ദൂരെ ആര്? എടാ തള്ളിയിടാനല്ല, നിന്നോട് അവരെ തള്ളിയിടാനല്ല പറഞ്ഞ. അതിൻ്റെ മണ്ടയിൽ കൊണ്ടിട്. റാബിറ്റാ? ആ ഓക്കെ, യു ക്യാൻ. കിട്ടിയാ മോനെ. ഓ കിട്ടില്ലടോ അത്. കമോൺ, യു ക്യാൻ. പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. ഒരെണ്ണം ഞാടട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ട്. ഗൈസ് 100 രൂപ കൊടുത്ത് ഞങ്ങൾ കളിച്ച് ജയിച്ചത്. ഉപ്പിലിട്ട് വെക്കാൻ പോകുന്ന, എന്നാലും കുഴപ്പമില്ല. പുറത്ത് 50 രൂപ വരും. പിന്നെ നമ്മൾ കളിച്ച് നമ്മുടെ ലെഷർ ടൈമിന് ഒരു 50 രൂപ പോയതിൽ കുഴപ്പമില്ല. വിഷമുണ്ടോ? ഇല്ല, വിഷമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വേദന. ഇനി നമുക്ക് ഇതൊക്കെയാലോ. ചെടി വേണോ തനക്ക്? ബലൂൺ ചേച്ചി വീർപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. ആണോ? ഓക്കെ, ചേച്ചി അവിടെ വീർപ്പിച്ചോണ്ടിരിക്കണുള്ളൂ. ഈ കുട്ടി വെറുതെ ചേച്ചിനെ ശല്യപ്പെടുത്തും. ഓക്കെ, അപ്പം നമ്മളിത് രണ്ടും കൽപ്പിച്ച് വെടിവെക്കാൻ പോവാട്ടാ. അനുജയാണ് വെടിവെക്കാൻ പോകുന്നത്. അനുജ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. പൊസിഷൻ കാണിച്ചു തരാം. പൊസിഷൻ ഓക്കെ, സെറ്റ്. ആ അപ്പടി. ആ പൊളിക്കങ്ങട് പക്കാനോടി ഓട്ടിച്ചത്. അനുജയുടെ സന്തോഷം കാണാൻ കഴിയും. സന്തോഷം. യോ ആരാണ് ഷാപ്പ് ഷൂട്ടർ? എന്നാലും ആരോടെങ്കിലും ദേഷ്യണ്ടോ? പൊട്ടിച്ചോ? പൊട്ടിയില്ല. സോറി, ഞാൻ കോൺസെൻട്രേഷൻ കളഞ്ഞോണെങ്കിൽ. പിന്നെ ഞാനായിട്ട് കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഒന്നും കളയാനില്ല. ആയ് മോനെ കേട്ടോ. നമ്മുടെ എയിം എന്ന് പറയുന്നത് പാണ്ടയാണ്. 6 റിങ്സ് ഈ കോണിലിടണം. 6 ഇട്ടാൽ പാണ്ട കിട്ടും. ഓക്കെ, റെഡി? 1. ഓക്കെ, അതിന് 3 കൂടി ഉള്ളു. ഇപ്പൊ തീരും. വെറുതെ കളഞ്ഞു. ഷിറ്റ് മാൻ. ലാസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ 3 കിട്ടിയേനെ. ഹാർട്ട് കിടക്കാൻ പോവാണ് ഗൈസ്. ഹാർട്ട് ഏത് കളർ വേണം? ബ്ലൂ ഇருக்கு, യെല്ലോ ഇருக்கு. അങ്ങനെ നമ്മൾ ഹാർട്ട് കളക്ട് ചെയ്തിരിക്കുകയാണ്. 50 കൊടുത്തിട്ട് ഹാർട്ട് മേടിച്ചാൽ. ഒരു റൗണ്ട് കൂടെ പോട്ടെ. ഞാൻ ഇച്ചിരി ഓവറാകുന്ന തരും, എന്നാലും കുഴപ്പമില്ല. കട്ടാക്കിക്കോ ഗൈസ്. വിഷമുണ്ട്. ഇത്രയും ഇതും പിന്നെ മറ്റൊരു നേരത്തെ കാണിച്ചില്ലേ, അതാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ആ പാണ്ടയായിരുന്നു എൻ്റെ ലക്ഷ്യം. തന്നില്ല എന്നല്ല, വീണില്ല. വിഷമാണ്. കൈന് വിഷമം. കൈന്
ഓതും. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ ബീച്ചിൽ നിന്ന് ഇറങ്ങാണ്. ആ സൗണ്ട് ചെറുപ്പത്തിലെ കുറേ ടെങ് 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 ടെങ്. ആയി ചേട്ടാ മൈൻഡ് ചെയ്തില്ല, സാലപ്പട ഇറങ്ങല്ലേ. അപ്പം ഞങ്ങൾ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് കുറേ ഗെയിംസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. കുറച്ച് അഴവർക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്ത് ദൂപ്പച്ചാലേ പറഞ്ഞങ്ങനെ പോകാനാണ് പ്ലാൻ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിലും നമുക്ക് കാണാം. അവിടെ തീ പോണോക്ക് ഒരു മിനിറ്റ്. ഗൈസ് ബൈ ഇന്നലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങൾ എത്തിയിട്ട് നൈറ്റ് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു, ഫ്രഷായി കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ച നല്ല വ്യൂ ഉണ്ടല്ലേ യെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് രാവിലെ അനുജൻ ഞാൻ ഇറങ്ങാൻ നേരത്ത് വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാവിലെ എന്നിട്ടും തിരക്കായി പോയി. അവളിപ്പോൾ പോയി. ഇപ്പം ഞാൻ തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും പുതിയ സ്ഥലങ്ങൾ, ഫുഡ് സ്പോട്ടുകൾ ഒക്കെ ചെന്നൈയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ വേണം. അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.